കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, കാരണം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ടിരുന്നു, കാലിനെ വീഴ്ചയെന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൻ്റെ മഹാദയയ്ക്കും കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് 103 സംഘത്തിൽ പറയുന്നത്, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അകർത്യം മോചിച്ചു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, ജീവനെ നാശത്തു നിന്ന് വീണ്ടെടുത്തു, ദയയും കരുണയെ അണിയിക്കുന്നു, യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അടുത്തത് അപ്പന് മക്കളോട് കല തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതോർത്തു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല, ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. ധൈര്യത്തോടെ പറ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടെ നല്ലവനല്ലോ. എല്ലാ ദിവസവും പറയണം, ഓരോ ദിവസവും തിരിഞ്ഞു നോക്കിയിട്ട് ഇന്നലകളിൽ നടത്തിയ ദൈവം, കരം പിടിച്ച ദൈവം, ശക്തീകരിച്ച ദൈവം, ബലഹീനായിരുന്നപ്പോൾ തന്നെ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് അരുളി ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവ്, അവിടുത്തെ സഹിത്വം നമ്മുടെ കൂടെയുണ്ട്, അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്ത എല്ലായ്പ്പോഴും നമ്മളെ ഭരിക്കാൻ ഇടയായിത്തീരണം. സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റണം. സ്വന്തം ശക്തി കൊണ്ടല്ല പ്രിയ സഹോദരങ്ങളെ നമ്മൾ നിൽക്കുന്നത്. ഇന്നും പറയാൻ കഴിയണം, അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്നു, അവിടുന്ന് ഞങ്ങളെ നടത്തി, അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ വെച്ചു, പുറകിൽ നിന്ന് വഴി ഇതാകുന്നു എന്നുള്ള ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചു. പേര് വിളിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലും നമ്മളോട് കൂടെയുണ്ട് കേട്ടോ. പലരും നമ്മെ മറന്നാലും മറക്കാത്തവൻ, മാറിയിട്ടും മാറാത്തവൻ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് കർത്താവ് മാത്രം അരുളി ചെയ്തു. വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞായിരുന്നോ? ഇല്ല. മാത്രമല്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. നമ്മൾ ആവർത്തിച്ച് പറയുന്ന വാക്യമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് വേറെ ഒറ്റ വ്യക്തിക്കും പറയാൻ പറ്റില്ല. ഇൻ കേസ് അവർ സഹായിച്ചാൽ അതിനൊക്കെ പരിമിതികളില്ലേ? നാളെ അവർ വിളിച്ചു പറയില്ലേ? പക്ഷേ ദൈവം പറഞ്ഞു, നിൻ്റെ ഏത് വിഷയത്തിലും ഞാൻ നിന്നെ സഹായിക്കാം. ആ ഒരു ഉറപ്പ് ഇന്ന് പകൽ നമുക്കുണ്ട്. എന്നെ സഹായിക്കാൻ, എൻ്റെ ഭാരം ചുമക്കാൻ, എന്നെ മാർവോടണയ്ക്കാൻ, പതുക്കെ നടത്തേണ്ടടുത്ത് പതുക്കെ നടത്താൻ, വെട്ടിവെച്ച ആലോചന പറഞ്ഞു തരുന്ന സർവശക്തനായ കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. അതുകൊണ്ട് പ്രതികൂലങ്ങളെയും ഓളങ്ങളെയും കണ്ട ഞാൻ ഭയപ്പെടുകയില്ല. എൻ കാന്തൻ മാറത്തില്ല, എൻ പ്രിയൻ മാറത്തില്ല എന്ന ഉറപ്പ് എപ്പോഴും നമ്മുടെ അകത്ത് ഉണ്ടാകണം. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകാൻ സാധ്യത മുമ്പിൽ വന്നു. ഇനി എന്തായിത്തീരുമെന്ന് അവർ ചിന്തിച്ചു. പക്ഷേ യേശു പറഞ്ഞു, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തെ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് പകലിലും കലങ്ങിപ്പോകരുത്. ഹൃദയത്തിൻ്റെ കലക്കത്തെ പോലും അറിയാവുന്ന ഒരു ദൈവം. നമ്മുടെ ശരീരം ക്ഷീണിച്ചാൽ എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ അതറിയാവുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പകൽ നാം അറിയാതിരിക്കരുത്. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. 42 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഒന്ന്, ഞരങ്ങുന്നതെന്ത്? അതിൻ്റെ മറുപടി ദൈവത്തിൽ പ്രത്യാശ വെക്കണം.
വെച്ചാൽ അവിടുന്ന് നമ്മുടെ മുഖപ്രകാശ രക്ഷകനാണ്, നമ്മുടെ ദൈവമാണ്. അടുത്തത്, ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നോക്കണേ, കോരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാംക്ഷിക്കുന്നു. മാന് നീർത്തോടിൽ ചെന്ന് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ സുഗമമായിട്ടല്ല. ഇത് വെള്ളം കുടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചെവി കൂർപ്പിച്ച് എല്ലാ സൈഡുകളിലേക്കും അത് നോട്ടം പായിക്കുന്നു. കാരണം വെള്ളം ജാഗ്രതയോടെ കുടിക്കുകയാണ്, സൂക്ഷ്മതയോടെ കുടിക്കുക. കാരണം ഏത് സമയത്തും ആക്രമണം വരാം. അത്ര തീഷ്ണതയോടെയാണ് അത് ആ വെള്ളമകത്താക്കുന്നത്. അതുപോലെ തീഷ്ണതയോടെ ഏകാഗ്രതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ കോരപുത്രന്മാർ കൊതിക്കുക. പിതാക്കന്മാരെ ഭൂമി വായ് പിളർന്നു വിഴുങ്ങിയെങ്കിൽ അതിനകത്ത് പാഠം പഠിച്ച പുത്രന്മാർ മത്സരിക്കാൻ തയ്യാറായില്ല, ദൈവത്തോട് അവിശ്വസ്തത കാണിക്കാൻ തയ്യാറായില്ല. അവർ വിളിച്ചു പറഞ്ഞു 84-ാം സങ്കീർത്തനത്തിൽ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാർ ഭൂമിക്ക് ഇരയായി തീർന്നപ്പോൾ, ഭൂമി അവരെ വായ് പിളർന്നു വിഴുങ്ങിയപ്പോൾ പുത്രന്മാർക്ക് മനസ്സിലായി, ആ ശാപത്തിൻ്റെ ശക്തി ഞങ്ങൾ കേൾക്കാതിരിക്കാൻ ആലയത്തിൽ അവർ വസിക്കുവാൻ തയ്യാറായി. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞ് ഗോരപുത്രന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ നാം വായിച്ച വാക്യം, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം അവിടെ വന്നത്? അവിടെ എഴുതിയിരിക്കുന്നു, എന്തിനാ നീ ഞരങ്ങുന്നത്? ക്വസ്റ്റ്യൻ മാർക്കാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമേ. എന്നാൽ 11-ാം വാക്യം, അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. അതിൻ്റെ 9-ാം വാക്യവും, ദൈവമേ, ശത്രുവിൻ്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതെന്ത്? അപ്പം ശത്രുവിൻ്റെ ഉപദ്രവഹേതുവായി ദുഃഖിച്ച് നടക്കുന്നു. അടുത്തത്, നിൻ്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം നിന്നിക്കുന്നു. 1, ശത്രുവിൻ്റെ ഉപദ്രവം. 2, നീ പ്രാർത്ഥിച്ചിട്ടെന്തായി? നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ടെന്തായി? നീ വിശ്വാസത്തിന് വേണ്ടി നിന്നിട്ടെന്തായി എന്ന് പറഞ്ഞ് നിന്നിച്ച് തകർക്കുന്ന ഒരു സമൂഹം. ഇത് കൊണ്ടാണ് അവിടുത്തെ വാക്യം, നമ്മുടെ കുറിവാക്യം, ആത്മാവ് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുകയാണ്. 1, ശത്രു ഉപദ്രവിക്കാൻ നിൽക്കുന്നു. 2, കൂരമ്പുകൾ പോലെ ചോദിക്കുന്ന ചോദ്യം, നീ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് നിൻ്റെ തലമുറ വിടുവിക്കപ്പെടുന്നില്ല? നീ പ്രാർത്ഥിച്ചിട്ട് എന്താ നിൻ്റെ വിഷയത്തിന് വിടുതൽ വരാത്ത? നീ പ്രാർത്ഥിച്ചിട്ട് എന്താ നിനക്ക് മാത്രം ഒരു ചേഞ്ച് വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഞരങ്ങുകയാണ്. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരു ഭക്തന് വിളിച്ചു പറയാൻ കഴിയും, എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്, അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അവിടുന്ന് എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്, ഈ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്, സങ്കടദേശത്തിനെ വർദ്ധിപ്പിക്കുന്ന ദൈവമുണ്ട്, അവിടുത്തെ കരം എനിക്ക് വേണ്ടി നീട്ടും, ഞാനത് കാണും എന്ന് പറയാൻ ഇടയായി. നോക്കൂ, ആസാഫ് 73-ാം സംഘം ഒത്തിരി ചോദ്യങ്ങൾ പറഞ്ഞു അല്ലേ? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല, ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. പക്ഷെ ഈ മനുഷ്യൻ തകർക്കപ്പെടുകയാണ്, വേദനിക്കപ്പെടുകയാണ്. പക്ഷേ താൻ ഒടുവിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുകുത്തിയപ്പോഴാണ് തനിക്ക് മനസ്സിലായത്, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്തപ്പോഴാണ്, ദൈവത്തിൽ പ്രത്യാശ വെച്ചപ്പോഴാണ് തനിക്ക് മനസ്സിലായത്, യെസ്, ദൈവം എൻ്റെ വലം കയ്യിൽ പിടിച്ചിട്ടുണ്ട്.
പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് ചേർക്കുന്ന ദൈവമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും അങ്ങ് മാത്രം എനിക്ക് മതി എന്നിട്ട് പറഞ്ഞു, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. അവൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കാൻ അവിടുന്ന് എന്നെ ബലപ്പെടുത്തുമെന്ന് താൻ മുട്ടുകുത്തിയപ്പോഴാണ്, ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരുവത്തിനോട് ദൈവം പറയും, ധൈര്യപ്പെടുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് പറയുന്ന ദൈവശബ്ദം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്ന ദൈവശബ്ദം, ദൈവത്തിൻ്റെ മുഖത്തു നിന്ന് വരുന്ന ആ പ്രകാശം, ആ തേജസ് നമ്മുടെ ഇരുട്ടിനെ മാറ്റുന്നു. നമ്മുടെ അന്ധകാരത്തിന്മേൽ അതൊരു തേജസ്സും വെളിച്ചമായി വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരണ്ടേ പ്രിയരെ? അതുകൊണ്ട് ഞരങ്ങുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ ചെയ്യേണ്ടത്, വീണ്ടും ഞരങ്ങാതെ നിരാശയുടെ വാക്കുകൾ പറയാതെ ധൈര്യത്തോടെ പറ, ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഹോവയെങ്കിൽ പ്രത്യാശ വെക്കുന്ന ഏവരും പറയാനുള്ളത്, ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന്, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് വലിയ തേജസ് വെളിപ്പെടും. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരാകും. അവരുടെ മുഖം ഇരുണ്ടുപോയില്ല, അവരുടെ തല കുനിക്കപ്പെട്ടില്ല. തിരുവെഴുത്ത് പറയുന്നു, അവരുടെ മുഖം പ്രകാശിതരായി. തല ഉയർത്തുന്ന ഒരു ദൈവം, തല ഉയർത്തിപ്പിക്കുന്ന ഒരു ദൈവം, പാറമേൽ നിർത്തുന്ന ദൈവം, അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കുന്നവൻ, തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കുന്നവൻ. അതുകൊണ്ടാണ് ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ പറയുന്ന. പകൽ വിഷയങ്ങൾ എത്ര സങ്കീർണമാകട്ടെ, കഠിനമാകട്ടെ, ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ തയ്യാറാകൂ, മൂവ് ചെയ്യാൻ തയ്യാറാകൂ, ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകൂ. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ കാംക്ഷിക്കണം. മാൻ നിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവാശ്രയം നമ്മുടെ അകത്തുണ്ടാകട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് പ്രാർത്ഥിക്കാമോ? യേസ്, നിരാശപ്പെടുന്ന നിങ്ങൾ, വേദനിക്കുന്ന നിങ്ങൾ, എന്തായിത്തീരുമെന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ നിൻ്റെ ദൈവത്തോട് ചോദിക്കുമ്പോൾ, ശത്രുവിൻ്റെ ഉപദ്രവം വരുമ്പോൾ, ഞരങ്ങുന്ന അവസ്ഥകളിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. എൻ്റെ വലങ്കയിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. അസവ പറയുക, ഞാൻ മുട്ടുകുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ വലങ്കയിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. കൈവിടാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ, തള്ളിക്കളയാത്തവൻ ഇന്ന് പകൽ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കുടുംബത്തോടു കൂടെയുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരുവനുണ്ട്, എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരുവനുണ്ട്. യെസ്, ഇന്ന് പകൽ സ്തോത്രം ചെയ്തോളൂ. ദൈവമേ, അവിടുത്തെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ഉള്ളിൽ ആത്മാവ് വിഷാദിച്ച് ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ, ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലുണ്ടെന്ന് പറയാൻ, പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന്, വീര്യം പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന്, എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ടെന്ന്, കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയത്തക്ക രീതിയിൽ നന്മയ്ക്കായി ചില അടയാളങ്ങൾ ഇന്ന് പകലും വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സൗഖ്യമാക്കുന്ന കരത്തിനായി സ്തോത്രം. ബലം കൽപ്പിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകൾ വിടുവിക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം. ഭയങ്ങൾ എടുത്ത് മാറിയിരിക്കാൻ സ്തോത്രം. ദൈവമഹത്വം ഇറങ്ങി വന്നിരിക്കാൻ സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചകളും അവിടുത്തെ പദവിടത്തിങ്കിൽ മാത്രമാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അവിടുന്ന് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്ബിജു മാത്യു.